ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 800120. ഹലോ പ്രഭേ, ഞാൻ ചന്ദ്രമതിയാ. ചന്ദ്രമതിയോ? ഏത് ചന്ദ്രമതി? അങ്ങനെ ഒരു സ്ത്രീയെ എനിക്ക് അറിയാമായിരുന്നു. അവളിപ്പ ജീവനോടെ ഇല്ല. ചന്ദ്രമതി എന്ന പേരില് ഒരു ദുഷ്ട തേവക്കാട്ട് കുടുംബത്തില് ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. എന്റെ ഗിരീഷിനെ നീ വരട്ടെ, ഞാൻ കുറിച്ചു വച്ചിട്ടുണ്ട്. കണക്ക് തീർത്തിട്ടേ ഞാൻ വിടൂ. നിന്റെ കണ്ണീരും സ്നേഹവും ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു പോയി. ആട്ടിൻ തോലിട്ട ചെന്നായുടെ മനസ്സാ നിനക്ക്. പകരം വീട്ടാം, പ്രതികാരവും ചെയ്യാം. പക്ഷേ സ്വന്തം മാനം വച്ചിട്ടല്ല കണക്ക് തീർക്കേണ്ടത്. ഗിരീഷും നന്ദനുമെല്ലാം നിന്നെ അമ്മയുടെ സ്ഥാനത്തല്ലേടി കാണുന്നത്. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം പറയാന്. എന്നെങ്കിലും ഒരു ദിവസം തേവക്കാട്ടെ മുറിക്കകത്ത് ഞാൻ ചത്തു കിടക്കുന്നു എന്ന് അറിഞ്ഞാലും അതിശയിക്കരുത്. അത് സംഭവിക്കും. എന്നാന്നറിയില്ല. എന്തായാലും ഞാൻ ഇപ്പോഴേ യാത്ര പറയാ. ഏയ് ചന്ദ്രമതി, എന്താ? എന്നെങ്കിലും നീ സത്യം തിരിച്ചറിയും. ഹലോ, എന്താമേ? ആരെ വിളിച്ചേ? മോനെ, ചന്ദ്രമതിക്ക് എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്? അതുകൊണ്ടാണല്ലോ ഗിരീഷേട്ടനെ ഇങ്ങനൊരു കേസിൽ കുടുക്കിയത്. അതല്ലടാ, ചന്ദ്രമതിയെ ഇപ്പൊ എന്നെ വിളിച്ചത്. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. എന്താ അമ്മേ, എന്താ പറഞ്ഞേ? അവളുടെ മരണത്തെക്കുറിച്ചൊക്കെ അവൾ പറയുന്നത്. മരണം ഉടനെ ഉണ്ടാവുമെന്ന്. നമ്മളോട് ചെയ്തതിന്റെ വിഷമമൊക്കെ അവളുടെ സംസാരത്തിലുണ്ട്. ചിലപ്പോ ഇതും ത്യാഗരാജനോട്ട് ചേർന്നുള്ള പുതിയ അടവായിരിക്കും. അല്ല, നമ്മൾ പേടിച്ചതുപോലൊക്കെ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു. മരിക്കുന്നൊക്കെ പറഞ്ഞെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ട്. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ അമ്മേ? ഏയ് വേണ്ട, ഇതൊരു ട്രാപ്പാണെങ്കിലോ? അമ്മ ആന്റിയോടൊന്നും ചോദിച്ചില്ലേ? അതിനു മുമ്പ് ഫോൺ കട്ട് ചെയ്തു. അമ്മ എന്നെ തിരിച്ചു വിളിച്ചേ. എന്താ കാര്യം ചോദിക്കേ. ആ കോള് റെക്കോർഡ് ചെയ്തിട്ട് പോലീസിൽ ഏൽപ്പിക്കാം. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. പോലീസിൽ പറയണോ അമ്മേ? ത്യാഗരാജന്റെ കെണിയായിരിക്കും എല്ലാം. പോലീസൊക്കെ അവന്റെ കൂടെ ആയിരിക്കും. നന്ദൻ പറയുന്നത് ശരിയാ. എടുത്തു ചാടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. തൽക്കാലം ഇത് നമ്മൾ മാത്രം അറിഞ്ഞാ മതി. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് വേണമെന്ന്. അമ്മേ, ആന്റി വേറെന്തൊക്കെയാ പറഞ്ഞേ? അവള് ആകെ അങ്ങ് മനസ്സിന്റെ നിയന്ത്രണം വിട്ടതുപോലെയാ സംസാരിച്ചത്. മാപ്പ് പറഞ്ഞു, കരഞ്ഞു. എന്തായാലും ഇത്രയായി. നാളെ കൊണ്ട് ഇതിന് വ്യക്തമായിട്ടൊരു പരിഹാരം ഉണ്ടാക്കണം.
ഇത് ചിലപ്പോ ചന്ദ്രമതി ആന്റി കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ത്യാഗരാജനാവും. എന്നാലും അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ടെന്ന് ഞാൻ പറയൂ. വെറുതെ ഓരോന്നിൽ പോയി തലയിടായിരിക്കുന്നത് നല്ലത്.